കാട്ടുപത്തൽ വെട്ടിക്കുത്തി അതിൽ പനമ്പായയുടെ കീറിയ പനമ്പായ ചുറ്റി വളഞ്ഞ് അതിനകത്ത് കിടന്നുറങ്ങുന്ന എത്രയോ ജനങ്ങളുള്ള സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം. അവർ ആകാശവും കണ്ട് ഭൂമിയും കണ്ട് മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഒരു ചോരാത്ത വീട് പോലും ഇല്ലാതെ കഴിയുന്ന എത്രയോ പാവങ്ങളുള്ള നമ്മുടെ ഈ സംസ്ഥാനത്താണ് നമ്മുടെ ബഡ്ജറ്റിൽ സലീം കുമാർ എന്ന നടൻ്റെ പേരിൽ 1 കോടി രൂപ അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിക്കാനായിട്ട് മാറ്റി വച്ചിരിക്കുന്നതെന്നുള്ള വാർത്ത വരുന്നത്. അത് എന്തിൻ്റെ കാരണത്താലാണെന്ന് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനത്തെ ഒരു കീഴ്വഴക്കമില്ല. എങ്കിൽ ഇടതുപക്ഷം ഇവിടെ അത് ചെയ്യണമായിരുന്നു. ഇന്നസെൻ്റ് മരിച്ച സമയത്ത് അതൊന്നും ചെയ്തിട്ടില്ല, അതിന് മുമ്പും ചെയ്തിട്ടില്ല. ഇവിടെ അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ PJ ആൻ്റണി നിർമ്മാല്യം എന്ന സിനിമയിൽ ദേശീയ അവാർഡ് നേടിയ ഒരു മഹാനായ നടനാണ്. അദ്ദേഹം കിടപ്പുണ്ട്. അദ്ദേഹം ദേശീയ അവാർഡ് വരെ തിരസ്കരിച്ച ഒരാളാണ്. അത് പോയിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ബാലൻ കെ നായർ അതുപോലെ തന്നെ ദേശീയ അവാർഡ് ഓപ്പളുന്ന സിനിമയിലെ ദേശീയ അവാർഡ് കിട്ടിയ ദേശീയ അവാർഡ് വരെ തിരസ്കരിച്ച ആളാണ് ബാലൻ കെ നായർ. അത് പോയിട്ട് ഇങ്ങോട്ട് കിടപ്പുണ്ട് ഏതെല്ലാം നടന്മാർ. തിലകൻ കിടക്കുന്നു, കുതിരവട്ടം പപ്പു കിടക്കുന്നു, നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ കിടക്കുന്നു. എന്തിന് കൊടിയേറ്റം ഗോപി അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയ ഒരു നടനാണ്. ഇവർക്കൊന്നും ഇല്ലാത്ത എന്താണ് സലീം കുമാറിനുള്ളത്? സർക്കാർ അത് പുനർചിന്തിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അത് ചെയ്യുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഫണ്ടിൽ നിന്നെടുത്ത് അത് സലീം കുമാറിൻ്റെ പ്രതിമ നിർമ്മിക്കണമെന്നാണ് അപേക്ഷിക്കുന്നത്. ജനങ്ങളെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന നല്ലൊരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് വരെയാണ് ഇപ്പോഴത്തെ സർക്കാർ. അതിന് ജനങ്ങളുടെ ഇടയിൽ നിന്നും മോശമായ അഭിപ്രായം ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.